ശുഭാപ്തി വിശ്വാസിക്ക് മാത്രമേ എല്ലാ ബുദ്ധിമുട്ടുകളിലും അവസരങ്ങൾ കണ്ടെത്താൻ കഴിയൂ. സ്വയം സ്നേഹിക്കുക. ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വലിച്ചെറിഞ്ഞേക്കാവുന്ന ബന്ധങ്ങളിൽപ്പെട്ട് സ്നേഹത്തിൻ്റെ അർത്ഥം പോലും നിങ്ങൾ മറന്നുപോകും. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ വിജയം കണ്ടെത്തുന്നതിന് നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ കൂടെ തുടരാൻ ഒരിക്കലും നിങ്ങളുടെ നല്ല വശങ്ങൾ ആരെയും കാണിക്കരുത്. നിങ്ങളുടെ മോശം കണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിൽക്കട്ടെ. നിങ്ങൾക്ക് ലോകത്ത് ഒരു മാറ്റം വരുത്താൻ കഴിയുന്നത് നിങ്ങൾക്ക് അത് ലഭിക്കാൻ മതിയായ ഭ്രാന്താണെങ്കിൽ മാത്രം. ഒരു തരത്തിലുമുള്ള പാപങ്ങൾ ചെയ്യാതിരിക്കുക. നല്ല കർമ്മങ്ങൾ ചെയ്യുക. സ്വന്തം മനസ്സിനെ എപ്പോഴും നിർമ്മലമാക്കുകയും ചെയ്യുക. പരാജയം നിങ്ങളെ മറികടക്കാൻ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിറവേറ്റുകയില്ല. അസാധ്യമായതിനെ സാധ്യമാക്കുന്നിടത്താണ് വിജയം. നിങ്ങളിൽ മാറ്റം ആഗ്രഹിക്കുന്നുവെങ്കിൽ പിന്നെ മറ്റൊന്നും നിങ്ങൾക്കൊരു തടസ്സമല്ല. തോൽവി അനുഭവപ്പെടുമ്പോഴാണ് ആളുകൾ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നത്. ഏതൊരാൾക്കും തുടക്കത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. എന്നാൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാൽ ഏതൊരു ചെറിയ കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ നിങ്ങളുടെ ഹൃദയത്തെ മറികടക്കാൻ കഴിയും. ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങളിൽ ചെയ്തു തീർത്തില്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു ലഭിക്കാത്ത വിലപ്പെട്ട സമയമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്ന് ഓർക്കണം. നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാകൂ. നിങ്ങളുടെ ചിന്തകൾ മാറ്റുക. നിങ്ങൾ നിങ്ങളുടെ ലോകത്തെ മാറ്റും. വലിയ സ്വപ്നങ്ങൾ കാണുകയും പരാജയപ്പെടാനുള്ള ധൈര്യം നേടുകയും ചെയ്യുക. ഭാവിയിൽ മികച്ചതാക്കാൻ നിങ്ങളുടെ ഭൂതകാലം മറക്കാൻ ആരംഭിക്കുക. നിങ്ങൾ എളുപ്പമുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. നിസ്സാരമായ അവസ്ഥയിലാണെങ്കിൽ മഹത്തരമായ കാര്യങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുക. ഒരു ടാസ്ക് ചെയ്യുന്നതിന് മുൻപ് സംശയങ്ങൾ നീക്കി നിങ്ങളുടെ പിരിമുറുക്കം കുറക്കാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ എളുപ്പമുള്ള അവസ്ഥയിലായിരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക. നിസ്സാരമായ അവസ്ഥയിലാണെങ്കിൽ മഹത്തരമായ കാര്യങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുക. സ്മാർട്ട് വർക്ക് ചിലപ്പോൾ കഠിനാധ്വാനത്തേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നൽകാം. നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ സത്യമുണ്ട്, സൗന്ദര്യമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. കുറ്റപ്പെടുത്തി വിധിയെ ഇരിക്കാതെ ഉള്ള സമയം സന്തോഷമായിട്ടിരിക്കണം. നിങ്ങളുടെ മുഖം നിങ്ങളുടെ സ്വഭാവത്തെ വിവരിക്കുന്നില്ല, പക്ഷേ പെരുമാറ്റം വിവരിക്കുന്നു. നീ അത് ചെയ്യാം അതുമാത്രം ഇപ്പോഴും അല്ലെങ്കിൽ വെറും കുറച്ചു ദിവസങ്ങളിൽ നിന്നും നിനക്ക് തിരിച്ചറിയും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ഒരു പരിധി നിശ്ചയിക്കാൻ നിങ്ങളുടെ പ്രായം അനുവദിക്കരുത്. സ്വഭാവവും ശീലവും കൂടിച്ചേരുന്നതാണ് നമ്മുടെ വ്യക്തിത്വം. നമ്മൾ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതും ചിന്തിക്കുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുന്നതും എല്ലാം നമ്മുടെ വ്യക്തിത്വമായി മാറുന്നു. നമ്മുടെ വ്യക്തിത്വം നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് നമ്മുടെ ശീലങ്ങൾ. നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയും. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തുനിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തെയും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. നിങ്ങളുടെ ചിന്തയ്ക്ക് പരിധി നിശ്ചയിക്കുകയാണെങ്കിൽ അതിനപ്പുറമുള്ളത് നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല. ഉപബോധ മനസ്സ് എല്ലാ കാര്യങ്ങളും വർത്തമാനകാലത്തിൽ മാത്രം ചിന്തിക്കുന്നു. ഭൂതകാലത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചോ അതിന് ഒന്നും അറിയില്ല. നിങ്ങൾക്കാവശ്യമായ പ്രചോദനം നിങ്ങൾക്കുള്ളിൽ കണ്ടെത്തുക. കാരണം അവസാനം നിങ്ങളല്ലാതെ മറ്റാരുമില്ല.
നീ അത് ചെയ്യാം അതുമാത്രം ഇപ്പോഴും അല്ലെങ്കിൽ വെറും കുറച്ചു ദിവസങ്ങളിൽ നിന്നും നിനക്ക് തിരിച്ചറിയും. പോസിറ്റീവ് പ്രചോദനം ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ എന്നേക്കുമായി മാറ്റും. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയിട്ടും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ മാനസികമായി നിങ്ങൾ ശക്തനാണ്. പ്രചോദനം സ്വയം കണ്ടെത്തുന്നതിനുള്ള ഒരു ഉറവിടം മാത്രമാണ് മോട്ടിവേഷണൽ സ്പീക്കറുകൾ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ കാണുമ്പോൾ പുഞ്ചിരിക്കാതെ കടന്നുപോകാൻ ശ്രമിക്കുക. ശേഷം വ്യക്തിയുടെ ഭാവം നിരീക്ഷിക്കുക. പഠനങ്ങൾ പറയുന്നു, നിങ്ങൾക്കത് വേണമെങ്കിൽ അത് അനുവദിക്കരുത്. അത് സ്വന്തമാക്കുന്നത് ഒടുവിൽ വിലമതിക്കും. നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത്. വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത്. നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ എന്ന് പറയുന്നത്. പ്രചോദനത്തിൻ്റെ ശക്തിയെ ഒരിക്കലും കുറച്ചു കാണരുത്. അത് തകർന്നവരുടെ തത്സമയത്തെ മാറ്റും. വലിച്ചെറിഞ്ഞവരിലേക്ക് വീണ്ടും വലിഞ്ഞുകയറി ചെല്ലരുത്. വാക്കുകൊണ്ട് മുറിവേൽപ്പിച്ചവരിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കുമരുത്. അവഗണിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നമ്മുടെ സ്നേഹത്തിന് വിലയില്ലാത്തിടത്താണ്. സ്നേഹം കൈപ്പറ്റാൻ ഒരുപാട് ആളുകളുണ്ടാകും. അറിഞ്ഞു തരുന്ന സ്നേഹത്തിന് പരിധികൾ ഉണ്ടാകില്ല. പങ്കുപറ്റാൻ ഒരുപാട് ആളുകളുമുണ്ടാകില്ല. എല്ലാ ബലഹീനതകളും വലിച്ചെറിയുക. ശരീരം ശക്തമാണെന്ന് നിങ്ങളുടെ ശരീരത്തോട് പറയുക. നിങ്ങളുടെ മനസ്സിനോട് പറയുക. ഒപ്പം അതിരുകളില്ലാത്ത വിശ്വാസവും പ്രതീക്ഷയും നിന്നിൽ ആവാഹിക്കുക, അർപ്പിക്കുക. എന്നാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒന്നിനുമാകില്ല. ആരോടും ഒരു പരിധിയിൽ കൂടുതൽ അടുക്കരുത്. ഒരിക്കലും ഒരാളെ പൂർണ്ണമായും മനസ്സിലാക്കി എന്ന് ധരിക്കരുത്. അളവിൽ കൂടുതൽ കൊടുക്കുന്ന ഒന്നിനും ഒരു വിലയുണ്ടാവില്ല. അവഗണിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് അന്തസ്സോടെ സ്വയം മാറി നിൽക്കുക. സംസാരം കഴിവതും കുറക്കുക. ഒരിക്കലും ഒരു തുറന്ന പുസ്തകമാവരുത്. ആത്മാർത്ഥത കൂടി പോവരുത്. സംസാരിക്കാൻ വേണ്ടി ആരെയും നിർബന്ധിക്കരുത്. തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ആവുക, അല്ലെങ്കിൽ അമീർ ഖാനെ പോലെ ആവുക എന്നതല്ല പ്രധാനം. നമ്മളാവുക എന്നതാണ് പ്രധാനം. അതാവാൻ നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. നമുക്കൊരു കുറവുണ്ടെന്ന് വിചാരിക്കുന്നതാണ് ഏറ്റവും വലിയ കുറവ് എന്നത്.